നമ്മുടെ ഈ പ്രാവശ്യത്തെ തീം വളരെ ശക്തമായ സാങ്കത്യമുള്ളതായ ഒരു തീമാണ്. റിക്കൺസിലേഷൻ, അനുരഞ്ജനം. വളരെ ഗൗരവമായി നാം പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതായ ഒന്നാണ് അനുരഞ്ജനം എന്നുള്ളത്. ദൈവം ഈ ഭൂമിയിൽ 3 ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചു: ഫാമിലി, ചർച്ച്, ഗവൺമെൻറ്. ഏതൊക്കെയാ? ഫാമിലി, ചർച്ച്. ഇതിൻ്റെ 3ന്റെ അടിസ്ഥാന ഘടകം സ്നേഹം അല്ലെങ്കിൽ അനുരഞ്ജനമാണ്. കുടുംബം തകരുവാൻ കാരണം, സഭ തകരുവാൻ കാരണം, രാഷ്ട്രം തകരുവാൻ കാരണം ഈ അനുരഞ്ജനമില്ലായ്മയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ഈ സെൻട്രൽ കൺവെൻഷൻ കൊണ്ട് ഇത് അവസാനിപ്പിക്കാതെ ഇത് നിങ്ങളുടെ വീടുകളിൽ, കൊച്ചു കൊച്ചു കൂട്ടങ്ങളിൽ, കൂടിവരവുകളിൽ ഇത് അയവിറക്കുകയും ധ്യാനിക്കുകയും പരസ്പരം ചർച്ച ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ വളരെ വിനയത്തോടുകൂടി നിങ്ങളെ ഓർപ്പിക്കാം. എന്താണ് റിക്കൺസിലേഷൻ? ഞാൻ ഈ കൺവെൻഷന് നോട്ടീസ് കിട്ടിയപ്പോൾ ആകെപ്പാടെ ഒരു അങ്കലാപ്പുണ്ടായി. എൻ്റെ മുമ്പിലും പിമ്പിലുമുള്ള പ്രസംഗരെ കണ്ട് ഞാൻ അമ്പരന്നു. ഒരു ആത്മീയ പാരമ്പര്യം പറയാൻ കഴിയാത്തതായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകനായി ജനിച്ച് വളർത്തപ്പെട്ട് സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം പോലും ലഭിക്കാൻ ഭാഗ്യം കിട്ടാതെ പോയി എനിക്ക്. ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് വായിച്ചു, ഒരുപാട് എഴുതി. എന്താണ് റീകൺസിലേഷൻ? റീകൺസിലേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ജോയിനിങ് ടു എസ്ട്രാഞ്ചഡ് പേഴ്സൺസ് ഇൻ ലവ്. അകന്നുപോയ 2 വ്യക്തികളെ ദൈവസ്നേഹത്തിൽ കൂട്ടി യോജിപ്പിക്കുന്നതായ പ്രക്രിയയാണ് അനുരഞ്ജനം എന്നുള്ളത്. ഇന്ന് വ്യക്തികൾ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുക, ഒരു വീട്ടിൽ താമസിക്കുന്നവർ പോലും അകന്നുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടമാണ്. ഈ തലമുറയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ ശാപവും അതാണ്. അതിനൊരു മാറ്റമുണ്ടായില്ല എങ്കിൽ നാം നമ്മുടെ തലമുറയോർത്ത് ദുഃഖിക്കേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് അനുരഞ്ജനത്തിനെതിരെ മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആവർത്തിച്ച് നമ്മളെ ആഹ്വാനം ചെയ്യാം. എന്താണ് വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് റിക്കൺസിലേഷൻ? അനുരഞ്ജനത്തിൻ്റെ റിസൾട്ട് എന്താ? 2 കാര്യം. ഒന്ന്, ടു കീപ് പീസ്. സമാധാനം കാത്തു സൂക്ഷിക്കണമെങ്കിൽ അനുരഞ്ജനം ഉണ്ടാവണം. കുടുംബജീവിതത്തിലായാലും ഇടപെടലത്തിലായാലും ഏത് രീതിയിലാണെങ്കിലും സമാധാനകരമായ രീതിയിൽ പോകണമെങ്കിൽ അനുരഞ്ജനം ഉണ്ടായേ മതിയാകിയുള്ളൂ. 2, ടു കീപ് ഹെൽത്ത്. ആരോഗ്യം കാത്തു സൂക്ഷിക്കണമെങ്കിൽ അനുരഞ്ജനം ഉണ്ടാകണം. ഡോക്ടർ വിക്ടർ ഫ്രാങ്ക്ലിൻ, അദ്ദേഹം ലോകപ്രസിദ്ധനായിരിക്കുന്നതായ ഒരു ഡോക്ടർ, അദ്ദേഹം ഒരു പുസ്തകത്തിൽ എഴുതി, സ്ഥിരമായ തലവേദന, സ്ഥിരമായ പെടലി വേദന, അസ്ഥിക്കകത്തെ ഞരക്കം, ശരീരത്തിൻ്റെ ഉപരിതലത്തുള്ളതായ ക്യാൻസർ, ഇതിൻ്റെ എല്ലാം മൂല കാരണം വർഷങ്ങളായി വെച്ചു പുലർത്തുന്ന വാശി, വൈരാഗ്യം, വിദ്വേഷം, പക എന്നിവയാണ്. സ്ഥിരമായ തലവേദനയുണ്ടോ? പെടലി വേദനയുണ്ടോ? അസ്ഥിക്കകത്തൂടെ ഏതാണ്ട് പോകുന്ന പോലെ തോന്നുന്നുണ്ടോ? അദ്ദേഹം പറയുന്നതിൻ്റെ മൂല കാരണം ഈ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നതായ വാശിയും വൈരാഗ്യവും വിദ്വേഷവും പകയുമാണ്. അതുകൊണ്ട് 1, സമാധാനം കാത്തു സൂക്ഷിക്കണം. 2, ആരോഗ്യം കാത്തു സൂക്ഷിക്കണം. വാട്ട് ഈസ് ദി ഒബ്സ്റ്റക്കിൾ ഓഫ് റീകൺസിലേഷൻ? എന്താണ് അനുരഞ്ജനത്തിന് തടസ്സം? അഹങ്കാരം, സ്വാർത്ഥത, അസൂയ, പക, പഴയ മുറിവുകൾ, പാരമ്പര്യമായി കൊണ്ടു കിടക്കുന്ന ചില മുറിവുകൾ, മുൻകോപം, ഇതൊക്കെയുമാണ് അനുരഞ്ജനത്തിൻ്റെ തടസ്സം. എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? ക്ഷമ, സഹനം, ദൈവഭയം, വിട്ടുവീഴ്ച മനോഭാവം, ആത്മാർത്ഥത. ഇത് നാം വളർത്തിയാൽ ഇതിനൊരു വലിയ പരിഹാരമായിരിക്കും.
അതുകൊണ്ട് ഈ കൺവെൻഷൻ്റെ ഫലമായി നമുക്ക് ക്ഷമ വളർത്താം, സ്നേഹം, ആത്മാർത്ഥത, ഒരു വലിയ അനുരഞ്ജനത്തിന് അനുഭവം. അനുരഞ്ജനം മറ്റുള്ളവരെ അത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുവാനായിട്ട് ഇടയാകണം. WCCയുടെ മുൻ ഡയറക്ടറായിരുന്നു ഡോക്ടർ ബ്രൂസ്. അദ്ദേഹം ഭക്തിക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്തു, ദ സ്വീറ്റസ്റ്റ് ആൻഡ് ഷോർട്ടസ്റ്റ് ഡെഫിനിഷൻ. Godliness is right relationship. എന്തോ സുന്ദരമാണ്. Godliness is right relationship. ശരിയായ ബന്ധമാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ അനുരഞ്ജനം സമം ഭക്തി. ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായിരിക്കുന്ന തീം, ബഹുമാനപ്പെട്ട മോത്തി വർഗത്തിന് എന്നെ ഏൽപ്പിച്ചതായ ഒരു തീം, റീകൺസിലിയേഷൻ ഇൻ പേഴ്സണൽ ലൈഫ്. വ്യക്തിപരമായ അനുഭവത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിലുള്ള അനുരഞ്ജനമാണ്. ഞാനത് ധ്യാനിച്ച് തിരഞ്ഞെടുത്തതായിരിക്കുന്നതായ ഒരു വേദഭാഗമാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. കുറച്ച് വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. 2 ശക്തമായ വെല്ലുവിളികൾ ഈ ചെറിയ കുറച്ച് വാക്യങ്ങളിലൂടെ 2 വ്യക്തികൾ. ഒന്ന്, എക്സ്പീരിയൻസ് റീകൺസിലിയേഷൻ ഇൻ പേഴ്സണൽ ലൈഫ്. ഓരോ വ്യക്തിയും തങ്ങളുടെ ജീവിതത്തിൽ അനുരഞ്ജനം അനുഭവിച്ചറിയണം. അനുരഞ്ജനം ഒരു അഭിനയമല്ല, അനുരഞ്ജനം ഒരു അനുഭവമായി തീരണം. 2, പ്രാക്ടീസ് റീകൺസിലിയേഷൻ ഇൻ പേഴ്സണൽ ലൈഫ്. വ്യക്തിപരമായ ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കണം. ഇത് അറിഞ്ഞിട്ട് അനുഭവിച്ചിട്ട് പ്രായോഗികമാക്കുന്നില്ലെങ്കിൽ എന്താ പ്രയോജനം? അപ്പോൾ ഈ 2 ചിന്തകൾ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഞാൻ വളരെ ഓടിച്ചെന്ന് പറയാനായിട്ട് പോവുകയാണ്. എല്ലാ അനുരഞ്ജനത്തിനും ആരെങ്കിലും ഒരാൾ മുൻകൈ എടുത്തേ പറ്റുള്ളൂ, അല്ലേ? ആരെങ്കിലും ഒരാൾ മുൻകൈ എടുക്കണം. അങ്ങനെയാണെങ്കിൽ ദ പേഴ്സൺ ഹൂ ഇനിഷ്യേറ്റ് ഇൻ ദിസ് റീകൺസിലിയേഷൻ, ആത്മീയമായിരിക്കുന്നതായ ഈ അനുരഞ്ജനത്തിന് മുൻകൈ എടുത്തത് ആരാ? വായിച്ചേ, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 18-ാമത്തെ വാക്യം. അതിനെല്ലാം ദൈവം തന്നെ കാരണഭൂതൻ. അപ്പൊ ഇതിന് മുൻകൈ എടുത്ത ആരാ? ദൈവം. കരുണാസമ്പന്നനായ ദൈവം, സർവശക്തനായിരിക്കുന്ന ദൈവം, തന്നിൽ നിന്ന് പാപനിമിത്തം അകന്നു പോകുന്നതായ മനുഷ്യനെ തന്നോട് അടുപ്പിക്കേണ്ടതിന് മുൻകൈ എടുത്തത് സർവശക്തനായിരിക്കുന്ന ദൈവം. അത് നാം എപ്പോഴും ചിന്തിക്കണം. പലപ്പോഴും നമുക്ക് ഈ അനുരഞ്ജനം വരുമ്പോൾ ഒരു മുൻകൈ എടുക്കാൻ നമുക്ക് പ്രയാസം. അവൻ എന്നോട് ക്ഷമ ചോദിക്കട്ടെ, ഞാൻ ക്ഷമിക്കാമെന്ന് പറയാം. എന്നാൽ തമ്പുരാൻ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ തമ്പുരാനോട് ക്ഷമ ചോദിക്കാതെ ഞാനുമായി നിരപ്പ് പ്രാപിക്കാൻ എൻ്റെ കർത്താവ് മുൻകൈ എടുത്തു. അത് നമ്മളെ ഭരിക്കേണ്ടതായ ഒരു ഛേദവേദമാണ്. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കൺസിലിയേഷൻ? ഈ അനുരഞ്ജനത്തിൻ്റെ പ്രക്രിയ എന്താ? ആ വാക്യം ഒന്നോട് വായിച്ചേ, 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. അപ്പൊ അനുരഞ്ജനത്തിന്റെ പ്രോസസ്സിന് കർത്താവ് ഒരു മാർഗമായി തീർന്നു. ഒരു വാക്യം കൂടെ വായിക്കണം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ആ പ്രോസസ്സ് വളരെ വ്യക്തമായി പത്രോസ് ലീഗ അവിടെ പറയുന്നുണ്ട്. 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. ശ്രദ്ധിച്ചേക്കണമേ, ക്രിസ്തുവും നമ്മെ ദൈവത്തോടടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ച് ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവ് വിജയിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ധ്യാനാത്മകത്തിൽ ആ വാക്യം ഒന്ന് വായിച്ച് നിങ്ങൾ. എത്രയോ ചലനാത്മകമായിരിക്കുന്നതായ ഒരു വാക്യമാണ്. സ്വർഗത്തിന്റെ മകളുമായവൻ സാറാബുകൾ 2 ചിറക് കൊണ്ട് മുഖം മൂടി, 2 ചിറക് കൊണ്ട് പാദം മൂടി, 2 ചിറക് കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് രാപകൽ ആരാധിക്കപ്പെടുന്ന ആരാധനയുടെ കേന്ദ്രമായിരിക്കുന്ന യേശു കർത്താവ് ഒരു മനുഷ്യഭ്രൂണമായി ഈ ഭൂമിയിലേക്ക് വന്ന്
ഒരു മനുഷ്യ കന്യകയുടെ ഗർഭപാത്രത്തെ ചുരുക്കിക്കൊടുത്ത് ഒരു മനുഷ്യ ശിശുവായി ജനിച്ച് 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ പൂർണ്ണ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നുള്ളതിന് ഏറ്റവും മകുടമായ മാതൃക കാണിച്ചു തന്ന് ദൈവരാജ്യത്തിലേക്കുള്ള വഴി പറഞ്ഞു തന്ന് അതിനാവശ്യമായ ചട്ടങ്ങളും പ്രമാണങ്ങളും ഉപദേശിച്ചു തന്ന് അവസാനം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷയായ മരണം സ്വമനസാ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി മരിക്കുവാനുള്ള അർഹത നേടി. ഹല്ലേലൂയ. യേശുവിനെ കൊല്ലുകയല്ലായിരുന്നു, യേശുവിനെ കൊല്ലാൻ ഭൂമിയിൽ ആർക്കും കഴിയുകയില്ല. യേശു മരിക്കുവാനുള്ള അർഹത നേടി. ഭാരമേറിയ മരക്കുരിശ് മേന്തിക്കൊണ്ട് ശിരസിൽ മുൾക്കിരീടം ധരിച്ച് ശരീരം മുഴുവനും അടിച്ച് തകർക്കപ്പെട്ട് പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവറി വരെയും ഈ അനുരഞ്ജനത്തിന്റെ മുഖാന്തരമായിരിക്കുന്ന ക്രൂശുമായി മുന്നോട്ട് വലിഞ്ഞും വീണും നടക്കുന്ന നസറേനായ യേശുവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ആ ക്രൂശിന്റെ ചുവട്ടിൽ ഉപമുകളിൽ അവസാനത്തുള്ള രക്തവും എനിക്ക് വേണ്ടി എൻ്റെ പിതാവാം ദൈവത്തോട് കൂട്ടി അടുപ്പിക്കേണ്ടതിന് അവസാനത്തുള്ള രക്തവും ഊറ്റി തന്നിട്ട് ദൈവത്തിന്റെ പുത്രൻ വിജയാഹ്ലാദത്തോടുകൂടി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, തെറ്റലഷ്ടായി, സകലതും നിവൃത്തിയായി. ഹല്ലേലൂയ. പിതാവാം ദൈവത്തോട് എന്നെ നിരപ്പിക്കേണ്ടതിന് സ്വർഗം ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തു കഴിഞ്ഞു. ഇനിയും നാം അത് അനുഭവിക്കുന്നില്ലെങ്കിൽ വേദനാജനകം. ഇപ്പം ചെറുപ്പക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 2000 വർഷം മുന്നമേ യേശു കർത്താവ് മരിച്ചു അല്ലേ? ആ 2000 വർഷം മുമ്പ് യേശു മരിക്കുമ്പോൾ വേറെ 2 പേരൂടെ മരിച്ചില്ലേ? ഇല്ലയോ? അയ്യോ, യേശു കർത്താവ് കാൽവറിയിൽ മരിക്കുമ്പോൾ കർത്താവ് മാത്രമാണ് മരിച്ചേ. പിന്നെ ആരൊക്കെയാ? 2 കള്ളന്മാരൂടെ മരിച്ചു. അവരുടെ മരണം നമുക്ക് യാതൊരു ഗുണവും ചെയ്യുന്നില്ല. പിന്നെ യേശുവിൻ്റെ മരണം മാത്രം എങ്ങനെയാണ്? 2000 വർഷം മുമ്പ് മരിച്ചതായിരിക്കണം യേശുവിൻ്റെ മരണം. 2024 ഇന്ന് ജീവിക്കുന്ന എനിക്ക് എങ്ങനെ സങ്കടമായി തീരും? നല്ല ചോദ്യം. ക്രൂശിൽ 3 മരണം നടന്നു. ഒന്ന്, ഒരുവൻ പാപത്തിൽ മരിച്ചു. അനുതപിക്കാത്ത കള്ളൻ എങ്ങനെ മരിച്ചു മോളെ? പാപത്തിൽ മരിച്ചു. അനുതപിച്ച കള്ളൻ പാപത്തിന് വേണ്ടി മരിച്ചു. എന്നാൽ നടുക്ക് കിടക്കുന്നവൻ പാപിക്ക് വേണ്ടി മരിച്ചു. സ്വന്തം പറഞ്ഞേ, ആർക്ക് വേണ്ടി മരിച്ചു? എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി മരിച്ചു. ഇനി 2000 വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യം 2014 എങ്ങനെയാ പ്രാവർത്തികമാകുന്നത്? അതിന് വേറെ പുസ്തകം മറുപടി പറയുന്നുണ്ട്. റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി ഉയർത്തി. ഹല്ലേലൂയ. അപ്പൊ അതെങ്ങനെയാണ് ഇന്ന് പ്രാവർത്തികമാക്കുന്ന പറഞ്ഞാൽ ഒരൊറ്റ കൊച്ചു വാക്ക, വിശ്വസിക്കുക. യേശു കർത്താവ് ഞാൻ മരിക്കേണ്ടിടത്ത് എനിക്ക് പകരമായി മരിച്ചു എന്ന്. യേശു കർത്താവ് എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയേറ്റുകൊണ്ട് കാൽവറിൽ മരിച്ചത് ഇന്ന് ഞാൻ വിശ്വസിച്ചാൽ ആ നിരപ്പ് നിനക്ക് സങ്കടമാക്കാൻ സാധിക്കും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? 1948 ജാനുവരി മാസം 30-ാം തീയതി വൈകിട്ട് 5:15 ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചു. 2 മിനിറ്റ് കൂടി അദ്ദേഹം ജീവിച്ചുള്ളൂ. 2 മിനിറ്റിനുള്ളിൽ അന്ത്യശ്വാസം വലിച്ചു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഡൽഹിയിൽ ബിർള മന്ദിരത്തിൽ തറയിൽ ഷീറ്റ് വിരിച്ച് അതിൽ കിടത്തിയിരിക്കുക. ഗാന്ധിജി കഴിഞ്ഞാൽ പിന്നീടുള്ള 2 നേതാക്കന്മാർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലുമാണ്. തങ്ങളുടെ വലിയ നേതാവ് മരിച്ച ദുഃഖവാർത്ത അറിഞ്ഞവർ 2 പേരും ഓടി ബിർള മന്ദിരത്തിലെത്തി. ആ ഭൗതിക ശരീരത്തിന് അപ്പുറത്തും ഇപ്പുറത്തും ഖനീഭവിച്ച മുഖത്തോടുകൂടി പരസ്പരം നോക്കാതെ ഗാന്ധിജിയെ മാത്രം നോക്കുക. കാരണം ഇവർ രണ്ടും ബദ്ധ വൈരികളാണ്. ഒരു നേതാവ് മറ്റേ നേതാവിനെ ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ സമയത്താണ് ഇന്ത്യയുടെ മൗണ്ട് ബാറ്റൻ പ്രഭു, വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു അവിടേക്ക് വരുന്നത്.
ശാന്തമായി കുറച്ചു നേരം ഇവിടെ നിന്നു. ഈ രണ്ട് നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി, നടുക്കിടക്കുന്ന മഹാത്മാഗാന്ധിയെ നോക്കി. അതേ ഇപ്രകാരം പറഞ്ഞു, ഈ കിടക്കുന്ന ജീവിതം നിങ്ങളിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വച്ച് നിങ്ങളെല്ലാ വൈരവും മറന്ന് പരസ്പരം യോജിച്ച് ഇന്ത്യക്ക് നേതൃത്വം നൽകണം. ചരിത്രം പറയുന്നു, ഇന്ത്യ കണ്ടിട്ടുള്ളതിലേക്ക് ഏറ്റവും വലിയ അനുരഞ്ജനം അവിടെ നടന്നു. ഇന്ന് രാത്രിയിൽ പുനലൂർ സെന്ററിലുള്ള ദൈവമക്കളോട് ഞാൻ പറയുന്നു, കാൽവരി കിടക്കുന്ന നസറേനായ യേശുവിന്റെ ജീവനം എന്നിലും നിങ്ങളും എന്തെങ്കിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വച്ച് എല്ലാ വൈരവും മറന്ന് കർത്താവേ നീയുമായിട്ടുള്ള അനുരഞ്ജനത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ എന്നെ സമർപ്പിക്കണം. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുക പ്രിയമുള്ളവരെ, അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് 1972 ഓഗസ്റ്റ് മാസം 14 രാത്രി വരെ ദൈവം എന്ന ഒരു ശക്തിയോ വ്യക്തിയോ ഇല്ല എന്ന് തറപ്പിച്ചും ഉറപ്പിച്ചും സയൻസ്പരമായും ബുദ്ധിപരമായും യുക്തിപരമായും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത പോഷനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. എൻ്റെ പിതാവ് 26 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചു. അവസാനത്തെ 7 വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായി സൈക്കിൾ ഏറിയ അച്ഛൻ എന്ന അപരനാമത്താൽ കേരളത്തിൽ പ്രവർത്തിച്ചു. ആ പിതാവിൻ്റെ ആദർശങ്ങളിൽ ആകർഷനായി പിതാവിൻ്റെ കാൽപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് ദൈവം എന്ന ഒരു ശക്തിയോ വ്യക്തിയോ ഇല്ല എന്ന് എൻ്റെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ശക്തമായി പഠിപ്പിച്ചും പ്രസംഗിച്ചും നടന്നതായ ഒരു കാലഘട്ടം, ദൈവവുമായി യാതൊരു ബന്ധമില്ലാത്തതായ ഒരു കാലഘട്ടം. ഞാൻ മുമ്പേ ഓർപ്പിച്ചുള്ള സൺഡേ സ്കൂളിൽ പോലും പോകാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് 1972 എൻ്റെ അമ്മച്ചിക്ക് പ്രാർത്ഥിക്കുന്ന ഭക്തയായ എന്നെ മാതാവിനൊരു രോഗം പിടിപെട്ടു. കേരളത്തിലെ മിടുമിടുക്കന്മാരായ ഡോക്ടേഴ്സ് പരിശോധിച്ചു. അവരെല്ലാവരും വിധി എഴുതി എൻ്റെ അമ്മച്ചിയുടെ മുട്ടിന് മുകളിൽ പരിശോധിച്ച് മുറിച്ച് കളയണമെന്ന്. വെല്ലൂർ മെഡിക്കൽ കോളേജിലെ പ്രഗത്ഭരായ ഡോക്ടേഴ്സ് പരിശോധിച്ചു. അവരും അതേ വിധി ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. എൻ്റെ മാതാവ് ഈ ഭൂമിയുടെ പരപ്പിൽ ഏറെ നാൾ ജീവിച്ചിരിക്കണമെങ്കിൽ തൻ്റെ വലതുകാലിൻ്റെ മുട്ടിന് മുകളിൽ പരിശോധിച്ച് മുറിച്ച് കളയണമെന്ന്. എൻ്റെ അമ്മച്ചി കാല് മുറിക്കാൻ സമ്മതിച്ചില്ല. അവസാനം വേദനയോടുകൂടി അമ്മച്ചിയെ മടക്കി വീട്ടിൽ കൊണ്ടുവന്നു. രോഗം മൂർച്ഛിച്ചു. കാലിനെ മുട്ടിന് ബാധിച്ചതായ ക്യാൻസറിന്റെ അണുക്കൾ മുകളിലേക്കും വ്യാപിച്ചു, താഴേക്കും വ്യാപിച്ചു. ഒരു മാംസപിണ്ഡമായി കിടക്കുന്നതായ കിടപ്പ്. ആ കിടക്കുന്ന അവസ്ഥയിൽ പുല്ലാട് സിഹിയോൻ മാർത്തോമ ഇടവകയിലെ 3 ദൈവദാസന്മാർ ഭയത്തോടുകൂടി വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായ എൻ്റെ പിതാവിനോട് ചോദിച്ചു, കറിയാച്ച താങ്കളുടെ ഭാര്യയ്ക്ക് വേണ്ടി ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ലോകത്തിലെ സകല ആശകളും കൈവടിഞ്ഞവളായി മരണമായി മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇവരുടെ പ്രാർത്ഥന മൂലമെങ്കിലും അല്പം ഒന്ന് ആശ്വസിക്കുന്നെങ്കിൽ ആശ്വസിക്കട്ടെ എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുവാനുള്ള അനുവാദം കൊടുത്തു. ആ ദൈവമക്കൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം അന്ന് രാത്രിയിൽ അത്ഭുതം പ്രവർത്തിച്ചില്ല. അവരെ പറയാമെന്ന് ചോദിച്ചാൽ അടുത്ത ചൊവ്വാഴ്ചയുടെ പ്രാർത്ഥിക്കണേ, 2ാമത്തെ ചൊവ്വാഴ്ച പ്രാർത്ഥിക്കാൻ അനുവാദം കൊടുത്തു. കുറച്ചുകൂടെ ആളിനെ കൂട്ടിക്കൊണ്ട് വന്ന് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചില്ല. അവർ പിരിയാന്നേരത്തെ ചോദിച്ചാൽ അടുത്ത ചൊവ്വാഴ്ചയുടെ പ്രാർത്ഥിക്കട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, 2 ചൊവ്വാഴ്ച പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കേൾക്കാത്ത ദൈവമല്ല. കേരള ഗവൺമെന്റിന് മുമ്പിൽ ഒരു കൂട്ടം ആൾക്കാർ തങ്ങളുടെ ആവശ്യത്തെ പരിഗണിച്ച് നിരാകാര സത്യാഗ്രഹം അനുഷ്ഠിച്ചാൽ അവരുടെ ആവശ്യത്തെ പരിഗണിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട ദൈവമക്കളുടെ കഥനേരെ മാനിക്കാത്ത ദൈവമല്ല. അതുകൊണ്ട് ദൈവമില്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അഥവാ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന് ശക്തിയില്ല. ഇനി മേലാൽ ഈ കുട്ടിയോട് പ്രാർത്ഥിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല. എൻ്റെ മാതാവിനോട് പറഞ്ഞ് നിങ്ങൾ അനുവദിച്ചാൽ നിങ്ങൾ എൻ്റെ മാതാവായിരിക്കുകയില്ല, ഞാൻ നിങ്ങളുടെ മകനായിരിക്കുകയില്ല. എൻ്റെ പിതാവിൻ്റെ മൗനാനുവാദത്തോടുകൂടി 3ാമത്തെ ചൊവ്വാഴ്ച 1972 ഓഗസ്റ്റ് മാസം 14 രാത്രിയിലും ഒരു കൂട്ടായ്മയ്ക്കുള്ള ക്രമീകരണങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ചെയ്തു. അനേകരെ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുവാനായിട്ട് തുടങ്ങി. അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചതായി ഞാൻ എൻ്റെ അമ്മച്ചി കിടക്കുന്ന കിടപ്പുമുറിയിലോട് എന്ന് പറഞ്ഞ, അമ്മച്ചി നിങ്ങളുടെ ഇളയ മകനായി ഈ ചെറുപ്പക്കാരൻ്റെ അഭിമാനത്തെ മാനിക്കുവാൻ കഴിയാത്ത തള്ളയായി പോലും നിങ്ങൾ, ഞാനത് ഖേദിക്കുന്നു. ഇന്നു മുതൽ നിങ്ങൾ എൻ്റെ മാതാവല്ല, ഞാൻ നിങ്ങളുടെ മകനല്ല എന്ന് പറഞ്ഞ് എന്നെ നൊന്ത് പ്രസവിച്ച് എന്നെ പാലൂട്ട് വളർത്തി എൻ്റെ പെറ്റ തള്ളയോട് എന്നേക്കുമായി യാത്ര പറഞ്ഞ് വീടിനോട് വിട പറഞ്ഞ് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയ മഹാഭാവിയായ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. ആ രാത്രിയിൽ കുമ്പനാട് ജംഗ്ഷനിൽ സഖാവ് ഗൗരിയമ്മ അവരുടെ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ രക്തത്തിളപ്പിൽ ആവേശത്തോടുകൂടി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ സമര മീറ്റിംഗ് നടുവിൽ
മദ്യപാനികളായ സുഹൃത്തുക്കളുമൊത്ത് ലോകത്തിന് സന്തോഷം ഞാൻ രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുടെ നടുവിൽ ഉയർത്തുന്ന നസറേയനായ യേശുവിന്റെ ക്രൂശിന്റെ സ്നേഹം എന്നെ തേടി ആ രാഷ്ട്രീയ സമര മീറ്റിംഗ് നടുവിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. ദൈവം എന്നോട് പറഞ്ഞു, മകനെ, നിന്റെ വീട്ടിൽ ഞാൻ അത്ഭുതം പ്രവർത്തിക്കാൻ പോവാ. സയൻസിൽ ഡിഗ്രി എടുത്ത ചെറുപ്പക്കാരനാണ് ഞാൻ. സയൻസിൻ്റെ തിയറി വെച്ച് ദൈവാത്മാവിൻ്റെ ആലോചനയെ വെട്ടി ഞാൻ. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ജയിച്ചു. നീ വീട്ടിലേക്ക് പോകും. മദ്യപിച്ച് മതോന്മത്തനായ എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. ഞങ്ങളുടെ വീട്ടിൽ ദൈവമക്കൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു വലിയ കൂട്ടം, വീടും വരാന്തിയും മുറ്റുമെല്ലാം ജനനിബിഡമായ ഒരവസ്ഥയാണ്. അതിൻ്റെ ഒരു ഒഴിഞ്ഞ കോണിൽ എൻ്റെ കൈയുടെ വെള്ളയ്ക്കകത്ത് മുഖമമർത്തി നിർവികാരിയായി നിർനിമേഷനായിട്ടിരിക്കുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഓർമ്മ വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് ഇടപെടാൻ തുടങ്ങി. ഓർമ്മയായ നാൾ മുതൽ ഞാൻ ചെയ്തതായ രഹസ്യ പരസ്യ ഭാവങ്ങൾ എൻ്റെ ഹൃദയത്തെ കൂടി ഉയർന്നു. കണ്ണുകൾ നിറഞ്ഞ് കണ്ണുകൾ ധാരിധാരിയായിട്ട് ഒഴുകുകയാണ്. ആ ദൈവദാസം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വാ വിട്ട് നിലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, കർത്താവേ, ഞാൻ മഹാഭാവിയായ ഒരു ചെറുപ്പക്കാരനാണ്. ഇന്ന് മുതൽ നിന്റെ മകനായിരിക്കാൻ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അതാണ് നിരപ്പ്. അതാണ് നിരപ്പിൻ്റെ അനുഭവം. ഞാൻ ഇരുന്നതായ അതേ നിമിഷത്തിൽ നീണ്ട 26 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് അവസാനം അതിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എൻ്റെ അപ്പൻ വാ വിട്ട് നിലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഞാനും മഹാഭാവിയായ ഒരു മനുഷ്യനാണ്. ഇന്ന് രാത്രി എന്നെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ അനുഭവം ഉണ്ടോ? നിരപ്പിൻ്റെ അനുഭവം ഉണ്ടോ? ഗൗരവത്തിൽ എന്നെ നോക്കാതെ ചില മസിലൊക്കെ വിട്ട് നിരപ്പിൻ്റെ അനുഭവം, ക്രിസ്തുവുമായിട്ടുള്ള നിരപ്പിൻ്റെ അനുഭവത്തിൽ വന്നിട്ടുണ്ടോ? സെൻട്രലിൻ്റെ ചുമതലക്കാർ, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രസ്റ്റി, കണക്കൻ, കമ്മിറ്റി അംഗങ്ങൾ, പ്രാർത്ഥനാ യോഗത്തിൻ്റെ പ്രതിപുരുഷന്മാർ, മാതാപിതാക്കൾ, മധ്യവയസ്കർ, യുവതിയുവാക്കന്മാർ ചോദിക്കുന്നു, ഈ അനുഭവത്തിൽ വന്നിട്ടുണ്ടോ? ഇന്ന് രാത്രി ദൈവം നിനക്കൊരവസരം തരിക. എൻ്റെ നേനാഞ്ചേക്ക് വെച്ച് എന്നെ അറിയാം. എന്നെ ഒരുപാട് വളർത്തിയതായ, ഞാൻ വളർന്നത് തന്നെ അച്ഛന്മാരും സുവിശേഷകരും എന്നെ കൊണ്ട് നടന്നുകൊണ്ടാണ്. പ്രത്യേകിച്ച് അലക്സാണ്ടർ തോമസ് അച്ഛനും നേനാഞ്ചേക്ക് അച്ഛനൊക്കെ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കും. കർത്താവിൽ എൻ്റെ കൂട്ടുവേലക്കാരായിരിക്കുന്ന ഷാജി, അനിയൻ കുഞ്ഞിവരിപ്പുണ്ട്, അവരോടൊക്കെ ഞാൻ ഒരുപാട് കടപ്പെട്ടവൻ. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, ഈ അനുഭവത്തിൽ വന്ന എത്ര പേരുണ്ട്? വില്യം കൂപ്പർ, അത് ഇംഗ്ലണ്ടിലെ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. അവനെ പഠിപ്പിച്ച് ഒരു ബാരിസ്റ്ററാക്കണമെന്ന് അവരുടെ മാതാപിതാക്കൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ലോ പഠിക്കാൻ അവനെ ഒരു ലോ കോളേജിൽ കൊണ്ടാക്കി. പക്ഷേ കോളേജിലെ കൂട്ടുകാരുടെ സഹവർത്തിത്വം അവൻ്റെ സ്വഭാവത്തെ ആകെപ്പാടെ താറുമാറിച്ചു. മദ്യപാനിയായി, ധൂർത്തനായി, സ്ത്രീലംബടനായി തകർന്നതായ ഒരു ജീവിതം. ഒരിക്കൽ കൂട്ടുകാരുമൊത്ത് മദ്യപിച്ച് കടലിൽ ഒരു കൊച്ചു കപ്പലിൽ ഉല്ലാസയാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ ഭയങ്കരമായിരിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ ഫലമായി ഈ കപ്പൽ തകർന്നുപോയി. എല്ലാവരും വെള്ളത്തിൽ വീണു. കൂപ്പറും വെള്ളത്തിൽ വീണു. കൂപ്പറിനൊരു പലകഷ്ണം കിട്ടി, നീന്തറിയാം. പക്ഷെ എങ്ങോട്ടാണ് നീന്തത്? ചുറ്റോട് മുഴുവൻ ജലപ്പരപ്പ്. എങ്ങോട്ട് നീന്തണമെന്നറിയാതെ വെള്ളത്തിൻ്റെ താളത്തിനനുസരിച്ച് അദ്ദേഹം പൊങ്ങിയും താണും കിടക്കുമ്പോൾ മണിക്കൂറുകൾ എഴിഞ്ഞു നീങ്ങി നേരം പ്രഭാവം വെളുക്കുമ്പോൾ ഇതാ അങ്ങ് ദൂരെ ഒരു കുരിശ്. ബ്രിട്ടീഷുകാർ പണിതായ ഒരു ദൈവാലയം. ആ ദൈവാലയം പ്രകൃതിയുടെ ക്ഷോഭത്താൽ തകർന്നു പോയെങ്കിലും അവൻ്റെ മോതാവിൽ ഉയർത്തിരിക്കുന്ന ആ കുരിശങ്ങനെ ഉയർന്നിരിക്കുക. ഉദയസൂര്യൻ്റെ കിരണമേറ്റ് ആ കുരിശ് പ്രക്ഷോഭിതമായി. ഭാഷയിൽ കൂപ്പറിനോട് ആ കുരിശ് പറഞ്ഞു, കൂപ്പർ കം കം. ഇന്നീ ബെഞ്ചുകളിലിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരോട് യേശുവിൻ്റെ കുരിശ് പറയുന്നു, കം കം കം. കൂപ്പർ നീന്തി, മണിക്കൂറുകൾ നീന്തി. അവസാനം കരയിൽ പോയി വീണു. സുബോധം നഷ്ടപ്പെട്ടു. എപ്പോഴോ സുബോധം വന്നു. തല ഉയർത്തി നോക്കുമ്പോൾ ആ കുരിശ് അവിടെ ഇങ്ങനെ നിൽക്കുക. കാര്യമായ മാറ്റമൊന്നും വന്നില്ല. പിന്നീടുള്ളതായൊരു വെക്കേഷനിൽ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ അമ്മയുടെ ലൈബ്രറിയിൽ നിന്ന് ഒരു തടിച്ച പുസ്തകം വലിച്ചെടുത്തു. അലക്ഷ്യമായി അത് മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചില വാക്യങ്ങളിൽ അമ്മ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വാക്യം അവൻ്റെ കണ്ണിൽ ഉറച്ചു നിന്നു. ആ വാക്യം ഇങ്ങനെയാ: വിശ്വസിക്കുന്നവർക്ക് അവൻ തന്നെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി ഉയർത്തി. കൂപ്പർ ഒന്നുകൂടെ നോക്കി വായിച്ചു.
വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി ഉയർത്തി. ഈ ചോദ്യം കൂപ്പറിനോട് ചോദ്യം. കൂപ്പർ, ഡു യു ബിലീവ് ഇറ്റ്? കൂപ്പർ, ഡു യു ബിലീവ് ഇറ്റ്? വാസ്തവമായി വിശ്വസിക്കുന്നുണ്ടോ നീ? ആ പുസ്തകത്തിലേക്ക് മുമ്പ് അമർത്തി കൂപ്പർ വിരുമ്പിക്കറിഞ്ഞു. യെസ് ലോർഡ്, നൗ ഐ ബിലീവ് ഇറ്റ്. നൗ ഐ സ്ട്രോങ്ലി ബിലീവ് ഇറ്റ്. ഇതുവരെ എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല, ഇതാ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, ശക്തമായി വിശ്വസിക്കുന്നു. കൂപ്പറിന്റെ അകത്തുനിന്ന് ഒരു അന്ധകാര ശക്തി ബഹിർഗമിച്ചു. ഒരു വലിയ ആനന്ദം. കൂപ്പർ ആ മുറിക്കകത്തോട് അങ്ങനെ കരങ്ങൾ ഇങ്ങനെ ചലിപ്പിച്ച് നടക്കുക. പെട്ടെന്ന് ആ ഗിറ്റാറിന്റെ കമ്പിയിൽ അവന്റെ വിരൽ മുട്ടി. നല്ല ശബ്ദം. ആ ഗിറ്റാർ കയ്യിലെടുത്തു. മനോഹരമായി അതിൽ കൂടി വിരലൊടിച്ചു. അപ്പോൾ ദൈവം കൊടുത്ത പാട്ടാണ് എൻ പേർക്കേശു മാരിച്ചെന്നു ഞാൻ. രക്തം ചിന്തി പാപമെന്നിൽ എൻ പേർക്ക് യേശു മരിച്ചെന്ന് പറ. ഡു യു ബിലീവ് ഇറ്റ്? ഡു യു റിയലി ബിലീവ് ഇറ്റ്? ഞാൻ മരിക്കേണ്ടത് എനിക്ക് പകരമായി എൻ്റെ യേശു മരിച്ചെന്ന് സംശയരഹിതമായി വിശ്വസിക്കുന്നവർ മാത്രം അവിടെ വലങ്കരം ഒന്ന് ഉയർത്തിപ്പിടിക്കേ. അരക്കൈ മുക്കാ കൈയല്ല, അഭിമാനത്തോടു കൂടി ഉയർത്ത്. ആ കൈ നമ്മുടെ നെഞ്ചിന്റെ പുറത്തുനിന്ന് വെച്ച് 1 മിനിറ്റ് കണ്ണുകളെ അടച്ചാട്ട് ശാന്തമായി തലകുനിക്ക്. കുരിശിൽ കിടക്കുന്ന നസറേയനായ യേശു പിതാവാം ദൈവത്തോടെന്നെ നിരപ്പിക്കേണ്ടതിന് ക്രൂശിൽ മരിക്കുന്നതായ യേശു, ആ യേശുവിനെ ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണട്ടെ. അവന്റെ തലയിൽ മുളുക്കിരീടം ധരിച്ചിരിക്കുന്നു. അവന്റെ താടിയിലെ രോമങ്ങൾ പിച്ചി പറിക്കപ്പെട്ടിരിക്കുന്നു. ശരീരം മുഴുവനും അടിച്ച് തകർക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഉച്ച മുതൽ ഉള്ളം വരെ രക്തം വാർന്നൊലിപ്പിച്ചുകൊണ്ട് ഞാൻ ഏൽക്കേണ്ട ശിക്ഷ ഏറ്റുകൊണ്ട് എനിക്ക് പകരമായി മരിക്കുന്ന നസറേയനായ യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. ചങ്കിന്റെ പുറത്ത് കൈവച്ച്, ജീവന്റെ തുടിപ്പിന്റെ പുറത്ത് കൈവച്ച് അർത്ഥം മനസ്സിലാക്കി ആത്മാർത്ഥതയോടുകൂടി ഒന്ന് പാടിക്കേ. എൻ പേർക്കേശു മാരിച്ചെന്നോ രക്തം പാപമെന്നിൽ കണ്ണുകൾ തുറന്നേ. സന്തോഷത്തോടെ കയ്യൊന്നു ഉയർത്തിപ്പിടിച്ചേ. നന്ദിയോടുകൂടി 3 ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എക്സ്പീരിയൻസ് റീകൺസിലിയേഷൻ ഇൻ യുവർ പേഴ്സണൽ ലൈഫ്. വ്യക്തി ജീവിതത്തിൽ അനുരഞ്ജനം അനുഭവമാക്കണം. 2, പ്രാക്ടീസ് റീകൺസിലിയേഷൻ ഇൻ പേഴ്സണൽ ലൈഫ്. വ്യക്തിപരമായ ജീവിതത്തിൽ യേശുക്രിസ്തുവിൽ കൂടെ അനുരഞ്ജനം അനുഭവിച്ചവർ ഉറപ്പായി തങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-24 വാക്യം. ആരാധനയ്ക്ക് ആവേശത്തോടുകൂടി കുന്നുകയറി വരുന്ന ആരാധകരെ കണ്ടുകൊണ്ട് ആരാധകനായ യേശു കർത്താവ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവിടെ നില്ല, അവിടെ നില്ല, അവിടെ നില്ലേ. നീ ആരാധിക്കാൻ അകത്ത് കയറുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എടുത്തോ, മത്തായി 5:23-24. ആ ആ ഒന്നാമത് എന്ന സഹോദരനോട് നിരന്നുകൊള്ളാൻ. ആ വാക്യം നിങ്ങളൊന്നോട് വായിച്ചേ.
ഉറക്കെ വായിക്കണ്ട, മനസ്സിലൊന്ന് വായിച്ചേ. നിന്റെ സഹോദരന് വേദവസ്തു എന്തി എടുക്ക. നിന്റെ സഹോദരന് അപ്പൊ അവിടെ ആരാ തെറ്റ് ചെയ്ത്? അവൻ തെറ്റ് ചെയ്തു. അവൻ തെറ്റ് ചെയ്താലും നിന്റെ ആരാധന സുഗ്രാഹ്യമായി തീരണമെങ്കിൽ നിരപ്രാപിക്കാൻ നീ മുൻകൈ എടുക്കണം. എന്നോട് ക്ഷമ ചോദിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പാപമാണ്. എന്നോട് ക്ഷമ ചോദിക്കാതെ തന്നെ ക്ഷമിക്കുകയും നിരപ്രാപിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. 1995 ഞാൻ പറഞ്ഞ മാരാമൻ കൺവെൻഷൻ്റെ സെന്റിനറി വർഷം. അന്ന് ബൈബിൾ ക്ലാസ്, എല്ലാ വർഷവും ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകും. ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോയി. എൻ്റെ വണ്ടി റിട്രീറ്റ് സെൻറ്ററിൽ കൊണ്ട് പാർക്ക് ചെയ്തു. മണപ്പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇവിടിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന മർത്തോമാ സഭയിലെ പ്രശസ്തനായ പ്രഗത്ഭനായ ഒരു ദൈവദാസൻ, അദ്ദേഹം സ്കൂട്ടറിൽ അവിടെ വന്നു. ആ സ്കൂട്ടർ അവിടെ വെച്ച് പെട്ടെന്ന് ബൈബിൾ ക്ലാസ് സ്ഥലത്തേക്ക് പോകുക. പക്ഷേ സ്കൂട്ടർ നിലത്തുറച്ചില്ല, മണലല്ലേ, അത് മറിയാൻ തുടങ്ങുന്നു. ഞാൻ കണ്ടു. ഞാൻ ഓടിച്ചെന്ന് ആ സ്കൂട്ടറിൽ ഇങ്ങനെ കൈ കൊടുത്തു. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ സ്കൂട്ടറിൻ്റെ ഫുൾ വെയിറ്റ് എൻ്റെ കൈയുടെ വെള്ളയിലാണ്. അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ കൈക്കിട്ടൊരു ഒറ്റ വെട്ടിച്ച് പോടാ പട്ടി. എൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറി. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ്. എൻ്റെ ഭാര്യ വാവിട്ട് കരയാൻ തുടങ്ങി. അബിയോനെ പീലക്സിനോസ് തിരുമേനി ഡിട്രിക്സെൻ്റിൽ നിന്ന് ഈ ബൈബിൾ ക്ലാസ് സ്ഥലത്തേക്ക് വരുന്നു. ഞങ്ങൾ നിൽക്കുന്നിടത്തോളം വരുന്നത്. പെട്ടെന്ന് ഞാൻ എൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞടി, അദ്ദേഹത്തിൻ്റെ അവിവേകം കൊണ്ട് പറഞ്ഞതാ, നമുക്ക് മറക്കാം. ഞാൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പന്തലിലേക്ക് പോയി. എങ്കിലും എൻ്റെ ഹൃദയം മനുഷ്യമല്ലേ, അസ്വസ്ഥമായി. ഒരാഴ്ച അവിടുത്തെ പ്രസംഗം കേട്ടത്, ബൈബിൾ ക്ലാസ് കുറിച്ചെടുത്തത് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അസ്വസ്ഥത ഒതുക്കിക്കൊണ്ട്. അതിൻ്റെ പിറ്റേ ആഴ്ച മാവേലിക്കര തഴക്കര മർത്തോമാപ്പള്ളിയുടെ കൺവെൻഷൻ ഞാൻ പ്രസംഗിക്കുക. ഞാൻ പ്രസംഗിച്ച കൂട്ടത്തിൽ ഈ വാക്യം ഉദ്ധരിച്ചു: നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ യാഗവസ്തുവോട് വെച്ചിട്ട് ഒന്നാമത് എന്ന് അവനോട് നിരന്നുകൊള്ളുക. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിന്നോട് ക്ഷമ ചോദിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത് പാപമാണെന്ന് പറഞ്ഞു. നിന്നോട് ക്ഷമ ചോദിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത് പാപമാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് പൂട്ടി, എൻ്റെ വാ പൂട്ടി, കണ്ണടഞ്ഞു. വാ തുറക്കാൻ കഴിയാതെ ഞാൻ പുൽപ്പിറ്റിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. ജനങ്ങളെല്ലാം ഇങ്ങനെ നോക്കുന്നു. എന്ത് സംഭവിച്ചു? ബഹുമാനപ്പെട്ട പട്ടക്കാരൻ എഴുന്നേറ്റ് എന്നോട് ചോദിച്ചു, വെള്ളം വേണോ? ഞാൻ കൈ കൊണ്ട് കാണിച്ചു, വെള്ളം വേണ്ട. ശാന്തമായി നിൽക്കുമ്പോൾ ദൈവനോട് ചോദിച്ചു, നീ എന്താ പറഞ്ഞത്? നീ ഇപ്പോൾ എന്താ പറഞ്ഞത്? കഴിഞ്ഞ 2 ആഴ്ച നിന്റെ മനസ്സിൽ കൊണ്ട് കിടക്കുന്ന ഈ ഭാരം, വേദന എന്തിനാ? ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് കിട്ടുന്ന അടുത്ത അവസരം ഞാൻ അങ്ങോട്ട് ചെന്ന് ആ ദൈവദാസനോട് ക്ഷമ ചോദിക്കാം. ഹല്ലേലൂയ. ഞാൻ അങ്ങോട്ട് ചെന്ന് ക്ഷമ ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് തുറന്നു, വാ തുറന്നു. അന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ യേശുവിനെ അവിടെ ഉയർത്തി. കൺവെൻഷൻ കഴിഞ്ഞു, ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് 1 മണിയായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, കുഞ്ഞോളെ, ഞാൻ പോയി നാളെ ആ ദൈവദാസനോട് ക്ഷമ ചോദിക്കാൻ പോകുന്നു. ഇവളങ്ങ് പിണങ്ങിന്ന് പറഞ്ഞാൽ ഇവളങ്ങ് പൂലി പോലായി. ഇവിടെ ചോദിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞവനല്ലേ, നട്ടല്ല, പുരുഷനല്ലേ, 10-25 വർഷക്കാലം എൻ്റെ കൂടെ ജീവിച്ച എൻ്റെ ഭാര്യ അർദ്ധരാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് 3 പ്രസംഗം നടത്തുക. ഇങ്ങനെ ചില സ്ത്രീകൾ എല്ലാ ദേശത്തുമുണ്ട്. നിങ്ങൾ ഓർക്കണം, മർത്തോമാ സഭയിലെ ബഹുഭൂരിപക്ഷം ഇടവകയിലെയും പ്രശ്നങ്ങൾക്ക് കാരണക്കാര് 3 സ്ത്രീകളാണ്. ട്രസ്റ്റിയുടെ ഭാര്യ തങ്കമ്മ, സേവ്യാ സംഘത്തിൽ, ഇവിടെ പേരുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാനങ്ങ് സേവ്യാ സംഘത്തിൻ്റെ സെക്രട്ടറി, പിന്നെ ഒന്നുമില്ലാതെ ഇങ്ങനെ കുട്ടിപ്പിടിക്കുന്ന ഒരു സിസിലിയുണ്ട്. ചെയ്യരുത്, വിട്ടുകൊടുക്കരുത് അച്ഛ. ട്രസ്റ്റിയോട് പറയാം, വിട്ടുകൊടുക്കരുത് അച്ഛ. നമ്മുടെ കുടുംബത്തിൽ പറയുന്നില്ല, വിട്ടുകൊടുക്കരുത്. ആണ് കേട്ടോ, വിട്ടുകൊടുക്കരുത്. എത്ര നാൾ നീ പിടിച്ചിരിക്കും? എത്ര നാൾ നീ പിടിച്ചിരിക്കും? എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുന്നേ ഞാനും ഭാര്യയും കൈ കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എൻ്റെ ഭാര്യയ്ക്കൊരു മാനസാന്തരം കൊടുക്കണമേ. കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു. വെളുപ്പിനെ കുടുംബ പ്രാർത്ഥനയ്ക്ക് എഴുതിയപ്പോൾ എൻ്റെ ഭാര്യ പറയുക, നമ്മൾ ഈ വ്യതവസ്ഥമായി നടക്കുന്ന ആളല്ലേ, നമ്മൾ എന്ന് അങ്ങോട്ട് എന്ന് ക്ഷമ ചോദിച്ചാലും ദൈവസേനയിൽ മാന്യതയാണ്. അവളാണ് ഭാര്യ, അവൾ മാത്രമാണ് ഭാര്യ.
എനിക്ക് തന്നെ പോയി ക്ഷമയോദിക്കാൻ ധൈര്യമില്ലാത്തതിന് ഈ അച്ഛന്മാർക്കൊക്കെ പരിചയമുള്ളതായ ഒരു സ്നേഹമുണ്ട്, രാജീവ് പുളിമൂട്. രാജീവ് പുളിമൂടിനെ ഞാൻ കൂട്ടി വിളിച്ചുകൊണ്ട് 13ഉം 12ഉം 25 കിലോമീറ്റർ ഞാൻ വണ്ടി ഓടിച്ച് ആ ദൈവദാസന്റെ അടുക്ക ചെന്ന് പറഞ്ഞു, അങ്ങ് എന്തിനു വേണ്ടി ആ വാക്കിൻ്റെ നേരെ ഉപയോഗിച്ചു? എനിക്കറിഞ്ഞുകൂടാ, മനസ്സാ വാച കർമ്മണ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തായിട്ട് എനിക്ക് ഓർമ്മയില്ല, എങ്കിലും എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടായിരിക്കുമല്ലോ, ദൈവനാമത്തെ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ദൈവനാമത്തെ ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ് ഇറങ്ങടാ പട്ടി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മ ചിരിക്കാതെ ഇതിനകത്ത് ചിരിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് തന്ന ഒരു ആലോചനയുടെ മുമ്പിലാണ് ഞാൻ വന്നത്. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എൻ്റെ കൂട്ടുകാരൻ എന്നെ കയ്യെ പിടിച്ചുകൊണ്ട് വെളിയിലിറങ്ങി, മുറ്റത്തിറങ്ങി. ഇനി ഞാൻ പറയുന്നത്, ഒരു കുഞ്ഞെങ്കിലും, ഒരു മകനോ മകളെങ്കിലും ഉണ്ടെങ്കിൽ മക്കളുള്ള മാതാപിതാക്കൾ കാത് കുറിപ്പിച്ച് ശ്വാസമടക്കി കേൾക്കണം. എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളാണ്. ആ ആൺകുഞ്ഞുങ്ങളെ കൊമ്പാടി നടക്കുന്നതായ കുട്ടികളുടെ ഒരു മീറ്റിങ്ങിനെ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ ഇദ്ദേഹത്തോട് ക്ഷമയോദിക്കാൻ പോയി. കുഞ്ഞുങ്ങളുടെ മീറ്റിംഗ് 4 മണി വരെ ഉള്ളതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള സമയം സഭാ ഓഫീസിലും സുവിശേഷ സംഘ ഓഫീസിലുമായി ചെലവഴിച്ചു. 4 മണിക്കൊന്ന് അവിടുന്ന് ഇറങ്ങി എൻ്റെ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ നിക്കോൾസ് സ്കൂളിൻ്റെ പടിക്ക് വെച്ച് എൻ്റെ മോൻ പറഞ്ഞു, പപ്പ ഇന്ന് ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ ചോദിച്ചു, എന്തോ മോനെ? പൂർണ്ണ സമയം സുവിശേഷ വേല ചെയ്യുവാൻ ഞാൻ തീരുമാനമെടുത്തു. യോ, ഇത് എൻ്റെ തമ്പുരാനെ! ഞാൻ വണ്ടി സൈഡിൽ ഒതുക്കി ഈ പിള്ളേരെ 2 പേരും കൂടെ കെട്ടിപ്പിടിച്ച് അലറിക്ക് അറിയാൻ തുടങ്ങി. കാരണം എന്നറിയാമോ, വർഷങ്ങളായി ഞാനും എൻ്റെ ഭാര്യയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ ഉത്തരം അവിടെ കിട്ടി. കർത്താവേ, ലോകം മുഴുവനും നിൻ്റെ വചനമായി നടന്നിട്ട് എൻ്റെ കുഞ്ഞുങ്ങളിൽ ഒരാൾ പോലും സുവിശേഷ വേലയ്ക്ക് പോകുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇതുകൊണ്ട് നടക്കുന്നത്? പക്ഷേ അതിന് തടസ്സമാരാ? ആ പ്രാർത്ഥനയ്ക്ക് തടസ്സമാരാ? അവൻ്റെ ജനയിതാവ് ഒരു കല്ല് ഉരുട്ടി വച്ചിരിക്കുക. ഇവിടെ ഇരിക്കുന്ന ജനയിതാക്കൾ ഉരുട്ടി വെച്ച കല്ലിന്ന് രാത്രി മാറ്റണം. അമ്മമാർ, നിങ്ങൾ വെച്ച കല്ലിന്ന് മാറ്റ്. നാളത്തെ പ്രഭാതത്തിൽ നിങ്ങളുടെ തലമുറയുടെ മേൽ വലിയൊരു അനുഗ്രഹമുണ്ട്. 3 വർഷം കഴിഞ്ഞപ്പോൾ കൊമ്പാടിയിലെ തിരുവല്ലയിൽ നടന്നതായൊരു മണ്ഡലയോഗത്തിൽ ഇത് ഓടി വന്ന് പറഞ്ഞു, ബാബു എന്നോട് ക്ഷമിക്കണം. 3 വർഷം എടുത്തു അദ്ദേഹത്തിന് ക്ഷമിക്കാൻ. എന്നോട് പറഞ്ഞു, ഞാൻ അറിയാറല്ല, എന്നെ കൊണ്ട് പറയിപ്പിച്ചാന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പറ്റി ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ് വേറൊരാൾ കൊണ്ടുവന്ന് കാതിൽ കൊണ്ടു കൊടുത്തതാണ്. പക്ഷേ ഈ പറഞ്ഞു കൊടുത്ത മനുഷ്യൻ ക്യാൻസർ രോഗിയായി. അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ഒരു കുറ്റബോധം ഞങ്ങളെ തമ്മിൽ വേർപിരിച്ചത് ചെന്ന് ആ മനുഷ്യനോട് ക്ഷമ ചോദിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ഒരു നിരപ്പിൻ്റെ അനുഭവം വരണം. നിരപ്പിൻ്റെ ശുശ്രൂഷ. ഞങ്ങളൊക്കെ ഈ അച്ഛന്മാരൊക്കെ ഷാജിയൊക്കെ യാക്കോബക്കാരുടെ ഒരുപാട് കൺവെൻഷൻ പോകും. പുത്തൻകുരിശ് ആശാഴ്ചയിലെ ഒരു ധ്യാനത്തിന് പ്രസംഗിക്കാൻ എന്നെ വിളിച്ചു. ഒരു വലിയ ഓഡിറ്റോറിയം, 25 അച്ഛന്മാരുണ്ട്, അവിടെ തിരുമേനിമാരുണ്ട്. ഞാൻ പ്രസംഗിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഭൂമിയിൽ ആരും അറിയാതെ വളരെ ബുദ്ധിപൂർവം നീ മെനഞ്ഞെടുത്ത ചില ഗൂഢതന്ത്രങ്ങൾ സ്വർഗീയ എക്സ്റേയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, ഭൂമിയിൽ ആരും അറിയാതെ പരമരഹസ്യമായി നീ മെനഞ്ഞെടുത്ത ചില ഗൂഢതന്ത്രങ്ങൾ സ്വർഗീയ എക്സ്റേയിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് പറയുമ്പോൾ അവർക്ക് ബെഞ്ചിങ് എക്സ്റേയില്ല, താഴെയായിരിക്കുന്നത്. ആൾക്കൂട്ടം നിന്ന് നടുവിൽ നിന്ന് 10-75 വയസ്സുള്ള നല്ല പ്രൗഢയായ അരോഗ ദൃഢഗാത്രയായ ഒരു സ്ത്രീ ചാടി എഴുന്നേറ്റു. അവൾ ജനത്തെ 2 കൈ കൊണ്ടും തള്ളി മാറ്റി പുറകോട്ട് പോവുകയാണ്. അപ്പോൾ ആൾക്കാരെല്ലാം കുശൂഷിക്കാൻ തുടങ്ങി. അവൾ ചെന്നാൽ ഡോറ് തുറന്നപ്പോൾ ശബ്ദത്തോടുകൂടി ഡോറ് തുറന്നു. അപ്പോൾ ബാബു ഒന്ന് തിരുമേനി എഴുന്നേറ്റ് പറഞ്ഞു, അവൾ എന്തെങ്കിലും വ്യക്തിപരമായ ആവശ്യത്തിന് പോയതായിരിക്കും, നിങ്ങൾ ശാന്തമായി അടങ്ങിയിരിക്കുന്നു. ഞാൻ പ്രസംഗം കണ്ടിന്യൂ ചെയ്തു. പ്രസംഗം തീരുന്നതിന് തൊട്ട് മുമ്പ് അവൾ മടങ്ങി വന്നു. അവിടെ കൂടെ 34 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയുണ്ട്. ആ ഡോർ തുറന്ന് വാതിൽക്കലിരിക്കുക. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് തിരുമേനി ആശീർവാദത്തിനുമായിട്ട് എഴുന്നേറ്റപ്പോൾ, ആശീർവാദം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അഭിയുന്ന തിരുമേനി, ബഹുമാനപ്പെട്ട പട്ടക്കാർ സൈഡ് റൂം വരെ വരണം, എനിക്ക് വളരെ വേദനാജനകമായ ഒരു അനുഭവം പങ്കിടാനുള്ളത് പറഞ്ഞു. ഞങ്ങൾ സൈഡ് റൂമിൽ ചെന്നപ്പോൾ ഈ സ്ത്രീ പറയാതെ, ഇത് എൻ്റെ ഇളയ മരുമകൾ, ഇവിടെ ഭർത്താവ് മരിച്ചുപോയി, ഇവർക്ക് കുഞ്ഞുങ്ങളില്ല. ഇന്ന് ഭൂമിയിലെ എൻ്റെ ഏറ്റവും നമ്പർ 1 ശത്രു ഈ ഇളയ മരുമകളാണ്. ആർക്കും പിടികൊട്ടില്ല. ഞങ്ങൾ 2 പേരും ധ്യാനത്തിന് പോകും, 2 പേർക്കും ആരാധനയ്ക്ക് പോകും. എൻ്റെ ഇടവയിലെ 400 ചില്ലുവാനും വീട്ടുകാരോട് ഞാൻ ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞു, എൻ്റെ ഇളയ മരുമകൾക്ക് അവിടെ ഭർത്താവ് മരിച്ചതിന് ശേഷം സൂയിസൈഡ് ടെൻഡൻസി ഉണ്ട്.
ആത്മഹത്യ പ്രേരണയുണ്ട്. എപ്പോഴാണ് അവൾ ആത്മഹത്യ എന്ന് അറിയാൻ വയ്യ. ദൈവമക്കളെ പ്രാർത്ഥിക്കണം. എന്നിട്ട് സ്ത്രീ പറയാം, ഞാൻ ചുമ്മാതെ പറഞ്ഞതാ. വളരെ ബുദ്ധിപൂർവ്വം കണക്ക് കൂട്ടി ഞാൻ മുൻകൂട്ടി ഒരു ഏറെറിഞ്ഞു. ഇന്ന് എൻ്റെ മരുമകൾക്ക് ധ്യാനമില്ല, അവൾ ഭക്ഷണം കഴിക്കും. അവൾ കഴിക്കേണ്ട ഭക്ഷണത്തിനകത്ത് മാരകമായ വിഷം കലർത്തിയിട്ടാണ് ഞാൻ ഈ ധ്യാനത്തെ സംബന്ധിക്കുന്നത്. പുനലുക്കാരെ, നമ്മുടെ അഭിനയം ഒന്ന് മാറ്റാം. അഗ്നിയാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവിൻ്റെ ദൃഷ്ടിയുടെ മുമ്പിൽ, എല്ലാം അറിയുന്നതിന് മുമ്പിൽ നമുക്കൊന്നും മറച്ചു വെക്കാനായിട്ടില്ല. തുറന്ന് സമ്മതിക്ക്. അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാതാവ് പറയുന്നു, ഇന്നു മുതൽ ഇവളെൻ്റെ മരുമകളല്ല, ഇന്നു മുതൽ എൻ്റെ മകളാണ്. ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ മുമ്പിൽ ദൈവം ചിലരെ കൊണ്ട് നിർത്തിയിട്ടുണ്ടോ? നിങ്ങളോട് പ്രയാസമുള്ളവര്, നിങ്ങൾക്ക് പ്രയാസമുള്ളവര്, നിങ്ങൾ വേദനിപ്പിച്ചവര്, നിങ്ങളെ വേദനിപ്പിച്ചവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവസന്നി പറ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. ഈ വ്യക്തിയുമായി, എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന ഈ വ്യക്തിയുമായി അടുത്ത അവസരത്തിൽ ഞാൻ നിരന്നുകൊള്ളാമെന്നൊന്ന് പറ. ഇവിടെ ഉണർവുണ്ടാകും. ഇന്ന് രാത്രി ഉണർവുണ്ടാകും. തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. കർത്താവേ, ഒരു നിരപ്പിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ. ദ മിറക്കിൾ വേർഡ് ഓഫ് റെക്കൺസിലേഷൻ. അനുരഞ്ജനത്തിന്റെ അത്ഭുത വാക്കെന്തുവാ? അനുരഞ്ജനത്തിന്റെ അത്ഭുത വാക്ക് സോറി. എന്തുവാ? സോറി. കൊച്ചു വാക്ക്. ഭയങ്കരമായി പൊട്ടിത്തെറി അവസാനിപ്പിക്കുവാൻ, ഭയങ്കരമായ വഴക്ക് മാറ്റാൻ ഈ കൊച്ചു വാക്ക് സഹായിക്കും. ദൈവസ്നേഹത്തിൽ ഒരു സോറി പറയാമോ? പോട്ടടി വിട്ടുകളാ, ക്ഷമിക്കുന്നെന്ന് പറയാമോ? ഞാനൊരിക്കൽ ഞങ്ങളുടെ പുല്ലാട് പള്ളിയിൽ ആരാധനയ്ക്ക് ചെന്നപ്പോഴേ ഞങ്ങളുടെ പള്ളിയിലെ ഒരു മുതിർന്ന പിതാവ്, അച്ഛനൊക്കെ അറിയാം, ഒ ടി തോമസ് സാർ, അദ്ദേഹം പറഞ്ഞു, ബാബു, ജിബു പള്ളിയുടെ മുറ്റത്ത് പടക്കം പൊട്ടിച്ചെന്ന് പറഞ്ഞു. പടക്കം പൊട്ടിച്ച് പറഞ്ഞാൽ ഈ ക്രിസ്മസ് സമയത്തൊന്നുമല്ല, ഒരു പള്ളി പൊളിറ്റീഷ്യൻ്റെ ഭാഗമായിട്ട് പടക്കം പൊട്ടിച്ച. എനിക്കത് വലിയ വേദനയായി. ഞാൻ അന്ന് ആരാധനയെ സംബന്ധിക്കാതെ മടങ്ങി വീട്ടിൽ വന്ന് നല്ലൊരു കാപ്പിയുടെ കമ്പ് വെട്ടി ഒരുക്കി എന്നെ മുറിക്കകത്ത് വെയിറ്റ് ചെയ്തു. ആരാധന കഴിഞ്ഞ് വീട്ടിലെല്ലാവരും മടങ്ങി വന്നു. ഞാൻ ജിബിനെ വിളിച്ചു, ജിബു ഇങ്ങ് വന്നേ, ആ കഥക് അടച്ച് ബോൾട്ടിടാൻ പറഞ്ഞു. അവൻ ആ കഥകടച്ചങ്ങോട്ട് ബോൾട്ടിടുക. ഞാൻ അവനെ അടിക്കുന്നവനെ നല്ല ചാട്ടവാറിന് അടിക്കുന്ന പോലെ അടിക്കാൻ തുടങ്ങി. ഛന്നം ഭിന്നം അടിക്കാൻ തുടങ്ങി. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അടിക്കുമ്പോൾ അവർ കരയുമ്പോഴാണോ നമുക്ക് ദേഷ്യം കൂടുന്നത്, അതോ കരയാതിരിക്കുമ്പോഴാണോ? നിങ്ങളാരും അടിച്ചിട്ടില്ലേ? ഞാൻ ഇത്രയും അടിച്ചിട്ടും ഇവൻ ആ സ്വാമി വിവേകാനന്ദ പാറ സ്വാമി നിൽക്കുന്ന പോലെ ഇങ്ങനെ അങ്ങ് നിൽക്കുക. ഇതുകൂടെ കണ്ടപ്പോഴത്തേ എനിക്ക് അങ്ങ് അടിച്ച് ആ വടി അടിക്കാൻ കൊള്ളാത്ത പരുവമായി. അപ്പം ഇവൻ എന്നോട് ചോദിച്ചു, അടി കഴിഞ്ഞോ? അവൻ കഥ തുറന്നു, നേരെ അവൻ്റെ റൂമിലേക്ക് പോയി. അവൻ്റെ റൂമിൽ കയറിയപ്പോൾ എൻ്റെ കൊച്ചുമോൻ ചെന്ന് ചോദിച്ചു, പപ്പ എന്തിനാ അച്ചാച്ചനെ അടിച്ചത്? ഞാൻ അതിനു മുമ്പ് എൻ്റെ പിള്ളേരെ അടിച്ചിട്ടില്ല, അതിനുശേഷവും അടിച്ചിട്ടില്ല. എന്നോട് ചോദിച്ചു, എന്തിനാ അച്ചാച്ചനെ അടിച്ചത്? ഞാൻ ചോദിച്ചു, നീ എന്താ അവിടുത്തെ SI ആണോ? അതല്ല, എനിക്കറിയാൻ എന്തിനാ അച്ചാച്ചനെ എന്ന് അടിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ ലോകം മുഴുവനും ദൈവത്തിൻ്റെ വചനമായി നടന്നിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ അമാതൃയായി ജീവിച്ചാൽ ഞാൻ പിന്നെ എന്തിനാ ഇതുകൊണ്ട് നടക്കുന്നത്? ഞാൻ ചോദിച്ചു, അതിന് ഇവിടെ എന്തോ ഉണ്ടായി? അവനെന്തിനാണ് ആ പള്ളിയുടെ മുറ്റത്ത് പടക്കം പൊട്ടിച്ചത്? അവനെ എൻ്റെ കൊച്ചുമോൻ പറഞ്ഞു, പപ്പ, അത് നമ്മുടെ ജിബുവല്ല, നിലവിലെ ജിബുവാണ്. അയ്യോ, നമ്മുടെ ജിബുവല്ല. ഞാൻ അവൻ്റെ അപ്പന. എനിക്ക് അടിക്കാൻ അവകാശമുണ്ട്, അധികാരമുണ്ട്.
അടിച്ചതാണെന്ന് പറഞ്ഞ് ഞാൻ മസിൽ പിടിച്ചിരുന്നെങ്കിൽ എൻ്റെ മോനെ എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. ഞാൻ ഓടി എൻ്റെ മോൻ്റെ റൂമിൽ ചെന്നു. കഥകിന് കൊട്ടിയിട്ട് അനക്കമില്ല. എൻ്റെ ഹൃദയത്തിൽ ആദ്യം ശക്തമായിട്ട് മോനെ ക്ഷമിക്കണം, സോറി മോനെ, തെറ്റിപ്പോയി. ഒത്തിരി കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് വന്ന് കഥ ഓർന്നു. അവൻ്റെ മുഖത്തെ ഭാവം എനിക്ക് വായിക്കാൻ വയ്യ. വാശിയാണോ, വൈരാഗ്യമാണോ, വിദ്വേഷമാണോ, പകയാണോ എനിക്ക് വായിക്കാൻ വയ്യ. അവൻ്റെ രണ്ട് കൈയും തെറ്റിപ്പോടാ, അറിയാതെ ഞാൻ അടിച്ചുപോയി മോനെ, ക്ഷമിക്കണമെന്ന് പറഞ്ഞു. പോത്തിനെ പോലെ തല്ലിയിട്ടും കരയാത്ത എൻ്റെ കുഞ്ഞ് അവൻ്റെ അപ്പൻ അവൻ്റെ കയ്യെ പിടിച്ചൊരു സോറി പറഞ്ഞപ്പോൾ അവൻ എൻ്റെ തോളത്തേക്ക് വീണ് കരയാൻ തുടങ്ങി. ഇന്ന് ഇത് ഈ ബെഞ്ചുകളിൽ നടക്കണം, ഇന്നിത് നിങ്ങളുടെ വീടുകളിൽ നടക്കണം. ഒരു സോറി പറയാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ അതിൽ ഫലം വലിയ അനുഗ്രഹമില്ല. പ്രിയമുള്ളവരെ, കാൽവറി കിടന്നുകൊണ്ട് യേശു കർത്താവ് ക്ഷമിച്ചതുകൊണ്ടും പ്രാർത്ഥിച്ചതുകൊണ്ടുമല്ലേ ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നത്. നമുക്കൊന്ന് ക്ഷമിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നിശ്ചയമായും നമ്മളെ അനുഗ്രഹിക്കും. എനിക്ക് നിങ്ങളോട് കാല് പറയാനുള്ളത്, ഇനി ഞാൻ ഈ പ്രദേശത്ത് എന്ന് വരുമോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ ശരീരത്തിൽ വളരെ ബലഹീനനാണ്. എന്നാൽ ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്, ഈ ശബ്ദം കേൾക്കുന്ന ദൂരത്തും ചാരത്തുമായി ദൈവജനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവാത്മാവിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, മനസ്സിൽ വിദ്വേഷം വെച്ചുകൊണ്ട്, പക വെച്ചുകൊണ്ട്, അകർച്ച വെച്ചുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങരുത്. നിങ്ങളുടെ തലമുറകളെ ഓർത്ത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഒരു സോറി പറ. നിങ്ങളുടെ ടെലിഫോൺ ഇന്ന് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ. വീട്ടിൽ ചെന്ന ടെലിഫോൺ ഉപയോഗിച്ച് നിങ്ങളൊന്ന് സംസാരിക്കുക. ആ അകന്നുപോയ മനുഷ്യനോട്, അകന്നുപോയ സഹോദരിയോട്, അകന്നുപോയ ബന്ധുവിനോട്, നിന്നിൽ നിന്ന് കർത്താവെ അകന്നുപോയതായിരിക്കുന്ന അനേകരുണ്ടല്ലോ, അവരോട് ഇന്ന് രാത്രി ടെലിഫോൺ, അതൊരു വലിയ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഞാൻ ഞാൻ ഇന്ന് രാവിലെ ഓർപ്പിച്ചല്ലോ, മാർത്തോമാ സഭയുടെ ലിറ്റർജി. ഇത്ര അർത്ഥവത്തായ സുന്ദരമായ ലിറ്റർജി വേറെ ഏത് സഭയ്ക്കുണ്ട്? തിരുവചനം അതിൻ്റെ അന്തസ്സത്ത നമ്മുടെ ആരാധനയിൽ ഉൾപ്പെടുത്തിയിരിക്കുക. ലിറ്റർജറ്റിക്കലി ക്ലൈമാക്സ്, ആരാധനയുടെ ക്ലൈമാക്സിൽ നമുക്കൊരു ശുശ്രൂഷയുണ്ട്. എന്തോ ശുശ്രൂഷ? എന്തോ ശുശ്രൂഷ? കേട്ടില്ല. ഉറക്കം പറ. നഗരസഭ എന്താ? മധ്യസ്ഥ പ്രാർത്ഥന. അത് ഞാൻ രാവിലെ പറഞ്ഞു. വേറൊന്നുകൂടെ ഉണ്ട്, കയ്യസൂരി. ചലനാത്മകമായൊരു ശുശ്രൂഷയല്ലേ? ഇന്നിത് മാർത്തോമാ സഭയിൽ ഒരു ഓക്കുവേടായി തീർന്നു. ഇവിടുന്ന് ഇറങ്ങി വരുന്നതെന്ന് തന്നെ താഴെ ചൂട്ടും കറ്റയും വരുന്നല്ല വരുന്നത്. അതാണ്ട് വാല് തിരിപിടിച്ച പോലെ പരക്കും പോയി. എന്നിട്ട് ഇങ്ങനെ മുട്ടിക്കുക, ഓരോരുത്തരും മുട്ടിക്കുക. ഞാനൊരു പള്ളിയിൽ ചെന്നപ്പോൾ കൈസംഗം ചെയ്യുമ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ പുറയിൽ ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ, എന്തോ ഇതിൻ്റെ അർത്ഥം? എങ്ങനെ കയ്യസൂരി കൊടുക്കുന്നത്? എങ്ങനെ കയ്യസൂരി എങ്ങനെ കൊടുക്കുന്നത്? മോളെ കയ്യസൂരി ഒന്ന് കൊടുത്തേ. ഇങ്ങോട്ട് നോക്കി. കയ്യസൂരി കൊടുക്കണ്ട, ഇങ്ങനെ 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 പിടിക്കണം. ഇങ്ങോട്ട് ഇങ്ങനെ. ഇതിൻ്റെ അർത്ഥം എന്ന് അറിയാമോ? നീ എൻ്റെ അസ്ഥി എന്ന അസ്ഥി, നീ എൻ്റെ മാംസത്തിൽ മാംസം,
നാം ഓരോ അപ്പത്തിൻ്റെ അംശം. എന്നിട്ട് അടുത്ത ആളിൻ്റെ പത്തി കൈ വെച്ചുകൊണ്ട് നമ്മൾ അടയ്ക്കും. നാളെ ഇല്ലല്ലോ അല്ലേ, ഞായറാഴ്ചയെങ്കിലും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കി. വലിയ ഭയങ്കരമായ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് ആ ഒരു നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയാം. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം എന്ന് വായിച്ചേ. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനെന്ന് ജനിച്ചവനെ സ്നേഹിക്കണം. ഇതാ കൽപ്പന. നമ്മൾ കൽപ്പന ജ്ഞാനവും പിടിച്ചുകൊണ്ട് നടക്കുക. സ്നാനം കൽപ്പനയൊന്നുമല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ വലിയൊരു കൽപ്പന തരുമെന്ന് പറഞ്ഞു. ഇതൊന്നും ആർക്കും വിഷയമല്ല. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവൻ നിന്ന് ജനിച്ചവരെ സ്നേഹിക്കണം. പിന്നെ ഇവിടെ വിദ്വേഷത്തിന് എവിടെ സാങ്കത്യമുള്ളത്? പകയ്ക്ക്. ആ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം എന്ന് വായിച്ചേ. കള്ളനാകുന്നു. കള്ളന്മാരുണ്ടോ ഇവിടെ? കള്ളികൾ. സഹോദരനെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞിട്ട്, ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ് സഹോദരനെ പയക്കുന്നവൻ ആരാകുന്നു? എന്നൊരു മടങ്ങി വരവിൻ്റെ ആവശ്യമുണ്ട്, ഒരു നിരപ്പിൻ്റെ ആവശ്യമുണ്ട്. കർത്താവേ, അർത്ഥവത്തായ നിരപ്പിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ ഇന്ന് രാത്രി നീ എന്നെ സഹായിക്കണം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഞാൻ ഓടിച്ചു പോവാം. ദ പ്രിൻസിപ്പിൾസ് ഓഫ് റീകൺസിലേഷൻ. നിരപ്പിൻ്റെ ചില തത്വങ്ങൾ ഓടിച്ച് ഞാൻ പറയാം. 1, വില്ലിങ്നെസ് ടു ഫോർഗീവ്. എന്തുവാ? ക്ഷമിക്കാനുള്ള മനസ്സ് വേണം. ഫോർഗീവിങ് ആൻഡ് ഫോർഗെറ്റിങ് ഇത് രണ്ടും രണ്ടാണ്. അനേകരും അത് ഫോർഗെറ്റിങ് പിടിച്ചിരിക്കുക. ക്രിസ്ത്യൻ ഫോർഗീവിങ് ഈസ് നോട്ട് ഫോർഗെറ്റിങ്. ക്രിസ്ത്യൻ ഫോർഗീവിങ് ഈസ് റിമെമ്പറിങ് ഹിം ബിഫോർ ഗോഡ്. നിന്നെ മുറിവേറ്റവനെ ദൈവസനയിൽ വേദനയില്ലാതെ ഉയർത്തുന്നതാണ് ക്രിസ്തീയ ക്ഷമ. അങ്ങനെയാണെങ്കിൽ കർത്താവേ, ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് തരണമെന്ന് ഉള്ളുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. ക്ഷമിക്കാനും ക്ഷമയൊരുക്കുവാനുള്ള മനസ്സ് തരണം. 2, വില്ലിങ്നെസ് ടു യൂസ് ദ മിറക്കിൾ വേർഡ്. എന്തുവാ മിറക്കിൾ വേർഡ്? പോയി സോറി. നമ്മുടെ അഭിമാനം ക്രൂശിന്റെ ചുവട്ടിൽ താഴ്ത്തി വെച്ചുകൊണ്ട് ഒരു സോറി പറയാമെങ്കിൽ അവിടെ അത്ഭുതം നടക്കും. ഹല്ലേലൂയ. 3, strive for peace as much as you can. ഒരു വാക്യം വായിച്ചേ. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. റോമർ 12:18. റോമർ 12:18. കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ ആഗ്രഹിച്ചാലും പലപ്പോഴും റിസൾട്ട് കിട്ടിയല്ല. മുമ്പേ പറഞ്ഞാൽ മറ്റേ ആളിങ്ങനെ മസിൽ പിടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പൗലോസ് പറയാം, കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം ആ നിരപ്പിന് വേണ്ടി അവസാന നിമിഷം വരെയും പ്രാർത്ഥിക്കുകയും പടപോരുകയും ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ദൈവദാസനോട് പോയി ക്ഷമ ചോദിച്ചു. എന്നെ ഏറ്റവും സ്നേഹിക്കുകയും വളർത്താൻ ശ്രമിക്കുകയും ചെയ്തതായ ഭാഗ്യസാൽപനായ അലക്സാണ്ടർ മർത്തോമ മെത്രാപ്പൊലീത്ത എങ്ങനെയോ ഇതറിഞ്ഞു. അന്ന് എനിക്കൊരു പ്രസ് ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രസിൻ്റെ വാതിൽക്കൽ കൊണ്ട് വണ്ടി നിർത്തി എന്നെ അടുക്കലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ബാബു, ആ മനുഷ്യൻ BP കൂടുതലാണ്. അപ്പം പല കേസാണ് തിരുവനടുക്ക് ചെന്നു. ഇപ്പം എൻ്റെ തന്നെ 3 കേസുണ്ട്. ഇടപെട്ട എസ് പട്ടിയിൽ നിന്ന് വിളിച്ചെന്നും ഒക്കെ പറഞ്ഞ് 3 കേസുണ്ട്. അതുകൊണ്ട് BP കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ആ മനുഷ്യന് വേണ്ടി ബാബുവിനോട് ക്ഷമ ചോദിക്കുക എന്ന് ആ വലിയ മനുഷ്യൻ പറഞ്ഞു. മർത്തോമാസയുടെ മേലധ്യക്ഷൻ തൻ്റെ ഒരു കുഞ്ഞാട് തെറ്റിപ്പോയപ്പോൾ
ഒരു കുഞ്ഞാടിന് മാർഗഭ്രംശമുണ്ടായപ്പോൾ ആ മനുഷ്യൻ എൻ്റെ അടുക്കിലേക്ക് വന്ന് സോറി പറയാൻ തയ്യാറായി. ഈ സോറി ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉയരാമെങ്കിൽ മാർത്തോമാ സഭയിൽ വലിയ ചലനമുണ്ടാകും. നിങ്ങളാൽ ആവോളം സമാധാനത്തിനായി നടക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞതിൻ്റെ വാക്കിലെ അവസാനിപ്പിക്കും. ഫിലേമോൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ അതിലെ അച്ഛൻ വായിച്ചേ. ഫിലേമോൻ 15:16 ഒന്ന് പെട്ടെന്ന് വായിച്ചേ. ഫിലേമോൻ 15:16. ഫിലേമോൻ 15:16 അല്ല, ഫിലേമോൻ 15:16. സോറി, ഫിലേമോൻ 15:16. സോറി. ആ ആ നിനക്കും ജഡസമ്മതമായി. എത്രയധികം നോക്കി. ഒരു മീഡിയേറ്റർ അവിടെ പ്രത്യക്ഷപ്പെടുക. സ്വന്തം വീട്ടിൽ നിന്ന് അകന്നു പോയതായ ഒരു അടിമയെ യജമാനനുമായി ബന്ധിപ്പിക്കാനായിട്ടൊരു മീഡിയേറ്റർ. നമുക്കൊരു മീഡിയേറ്റർ ആകാൻ സാധിക്കുമോ? നമുക്കൊരു മീഡിയേറ്റർ ആകാൻ സാധിക്കുമോ? ചിലരൊന്ന് നിരപ്പിക്കേണ്ടതിന് നമുക്കൊരു മുൻകൈ എടുക്കാൻ സാധിക്കുമോ? പുതുപ്പള്ളി സെൻട്രൽ കൺവെൻഷൻ ഞാൻ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞ് പറയുമ്പോൾ എനിക്ക് നെഞ്ചിനകത്ത് വേദനയാണ്. നമ്മുടെ സഭയിലെ ഒരു വൈദികൻ, സീനിയർ വൈദികൻ, നമ്മളെല്ലാവരും സ്നേഹിക്കുകയും കരുതുന്നതായ വൈദികൻ, അദ്ദേഹത്തിൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, ബാബു, ഇന്നത്തെ ദൂത് എന്നോടാ, എനിക്കൊരാളോട് നിരപ്പ് പ്രാപിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് ബാബുവിനോട് എന്നോട് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. ഞാൻ എൻ്റെ വണ്ടിയെ അച്ഛനെ കയറ്റി പോന്ന പോക്കി ചോദിച്ചു, ആരാ? പോയ പോക്കിന് അദ്ദേഹം പറയാണ്, ഇന്ന പള്ളിയിലെ വികാരിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വണ്ടി അവിടെ സൈഡിൽ നിന്ന് എടുത്ത് പറഞ്ഞു, അച്ഛാ, നിങ്ങൾ രണ്ടുപേരും പട്ടക്കാരാ, ഞാനൊരു സാധാരണ സുവിശേഷകനാണ്, ഒരു ആത്മായക്കാരനാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. അതുകൊണ്ട് ഞാൻ പാഴ്സേൻ്റെ വാതിക്കെ കാത്തു നിൽക്കാം, അച്ഛൻ ഇഷ്ടംപോലെ സമയമെടുക്കുക. അദ്ദേഹത്തോട് സംസാരിച്ച് ഞാനിവിടെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, 45 മിനിറ്റ് ആ വന്യനായ വയോധികനായ പട്ടക്കാരൻ, ചെറുപ്പക്കാരനായ ആ പട്ടക്കാരൻ്റെ അടുക്ക പോയി തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ തേജസ്, കണ്ണുനീരിങ്ങനെ ഒഴുകുക. എന്നോട് പറയുന്നു, വലിയ സക്സസ്, ഞങ്ങൾ നിരപ്പ് പ്രാപിച്ചെന്നും പറഞ്ഞു വരികയാണ്. പ്രിയമുള്ളവരെ, ഒരു മീഡിയേറ്ററാകാൻ മനസ്സുണ്ടോ? മീഡിയേറ്ററെ ഉപയോഗിക്കാൻ മനസ്സുണ്ടോ? നമുക്കൊരു അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാൻ നമുക്ക് നമ്മളെ സമർപ്പിക്കാം. 2 ചലഞ്ചസ്. ഒന്ന്, എക്സ്പീരിയൻസ് റീകൺസിലിയേഷൻ ഇൻ പേഴ്സണൽ ലൈഫ്. 2, പ്രാക്ടീസ് റീകൺസിലിയേഷൻ ഇൻ പേഴ്സണൽ ലൈഫ്. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും തലകളെ വണക്കിക്കാട്ടാം. എല്ലാവരും തലകളെ വണക്കിക്കാട്ടെ. അനുരഞ്ജനത്തെപ്പറ്റി വളരെ ഗൗരവമായി നമ്മൾ പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും പ്രസംഗം കേൾക്കുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, ഇത് കേട്ട് തഴമ്പിച്ച് മടങ്ങിപ്പോകാതെ, പ്രസംഗത്തിന് മാർക്കിട്ട് മടങ്ങിപ്പോകാതെ, ഇന്ന് രാത്രി നിങ്ങളോട് ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന് മുമ്പിൽ ഒരു യേശു പറ. യെസ് ലോർഡ്, നീ എന്നോട് സംസാരിച്ചതിനാൽ സ്തോത്രം, എൻ്റെ കുറവുകളെ കാണിച്ചതിനാൽ സ്തോത്രം. അർത്ഥവത്തായ ഒരു ക്രിസ്തീയ നിരപ്പിൻ്റെ അനുഭവത്തെ ജീവിക്കുവാൻ, ആ നിരപ്പ് എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ഇന്നത്തെ ദൂതന് മുമ്പിൽ എന്നെ വിനയപ്പെടുത്തുന്നു എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ഞാൻ ആരുടെയും കൈ പൊക്കിക്കുന്നില്ല, ആരെയും എഴുന്നേൽപ്പിക്കുന്നില്ല. നിങ്ങളെ അറിയാവുന്ന ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കർത്താവേ, നീ എന്നോട് സംസാരിച്ചതിനാൽ സ്തോത്രം, എൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയതിനാൽ സ്തോത്രം.
അർത്ഥവത്തായ ഒരാരാധനയ്ക്കായി, അർത്ഥവത്തായ ഒരനുരഞ്ജനത്തിനായി തമ്പുരാനെ എന്നെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ മെനയണമേ, മെനയണമേ.